ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൂസര ദേവദാസ് എന്ന് പറയുന്ന മമതാ കലിയുടെ സ്റ്റോറിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മലയാളം എക്സ്പ്ലനേഷനാണ്. അപ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഇത് 4ാമത്തെ പാർട്ടാണ്. ഓക്കെ, അപ്പം പ്രീവിയസ് പാർട്ടിൻ്റെ ലിങ്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. एक बार चारों मोर के विहंगम दृश्य में मन रम गया तो न मोटे मोटे फौलाद के खंबे नजर आए और न ഭാരി കേബിൾ വാലി റോപ്പ് വേ. അതായത് ആ റോപ്പ് വേയിൽ കയറുമ്പം സംഭവത്തിന് കുറച്ചൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങിയ പിന്നെ ആ പേടിയൊന്നും ഇല്ലാതായി. പൂരാ ഹരിദ്വാർ സാമനെ ഖുലാദ, കാരണം മൊത്തം ഹരിദ്വാർ അതിനകത്തിരുന്ന് കാണാൻ പറ്റും. ജഗ ജഗ മന്ദിരോं के बुर्ज, गंगा मैया की धवलधार और सड़कों के खूबसूरत घुमाव, नीचे सड़क के रास्ते चढ़ते खामते लोग, लिम्का की दुकानें और नामना पेड़, इങ്ങനെ പല പല കാഴ്ചകൾ അതിനകത്തിരുന്ന് അവൻ കണ്ടു. बहुत जल्द उनकी केबल कार मनसा देवी के द्वार पर पहुंच गई. यहाँ फिर चढ़ावा बेचने वाले बच्चे नजर आए. അപ്പോൾ എന്താണ്, അവിടെയും പ്രസാദം വിൽക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. അവൻ മനസാ ദേവിയുടെ ക്ഷേത്രത്തിന് മുന്നിലെത്തി. സംഭവം एक थैली खरीद ली और सीटियाँ चढ़कर प्रांगण में पहुंच गया. അവനൊരു ചെറിയ സഞ്ചി വാങ്ങിയിട്ട് അവിടെ എത്തി. नाम मनसा देवी का था पर वर्चस्व सभी देवी देवताओं का मिला जुला था. ओके, एकदम अंदर के प्रकोष्ठ में चामुंडा रूपधारिणी मनसा देवी स्थापित थी. व्यापार यहाँ भी था. मनोकामना के हेतु लाल पीले धागे 100 रुपये में बिक रहे थे. लोग पहले धागा बांधते फिर देवी के आगे शीशा नवाते. അതായത് ആഗ്രഹം സഫലമാവാൻ വേണ്ടി അവിടെയും എന്താണ് ഇങ്ങനെ ചുവപ്പ് മഞ്ഞ ചരടുകളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. സംഭവനെ भी पूरी श्रद्धा के साथ मनोकामना की, गान लगाई, सिर झुकाया, नैवेद्य चढ़ाया और वहाँ से बाहर आ गया. അപ്പോൾ അവനും ഇതൊക്കെ ചെയ്തു. आंगन में रुद्राक्ष मालाओं के अनेक घुमंडियाँ दी. वहाँ जहाँ 10 रुपये से लेकर 3000 तक की मालाओं पर लिखा था असली रुद्राक्ष, नकली साबित करने वालों को 500 रुपये ഇനാം. അപ്പോൾ അവിടെ എന്താണ്, രുദ്രാക്ഷ മാലകളുണ്ടായിരുന്നു. ഓക്കെ, വളരെ വിലയുടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടായിരുന്നു അതിനകത്ത്. ഓക്കെ, അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിംഗ് ഈ ക്ഷേത്രങ്ങളുമായിട്ടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ വിൽപ്പന കച്ചവടമൊക്കെ തകൃതിയായിട്ട് ഇവിടെ നടക്കുന്നുണ്ടെന്ന് നമുക്കിതിലെ കുറേ പോയിൻറ്റ്സുകൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. एक तरफ हलवाई गरम जलेबी पूरी कचौड़ी छान रहे थे. मेले का माहौल था. സംഭവം വാപ്പസ് കേബിൾ കാർ की कतार में लग गया. അവൻ തിരിച്ചു പോരാൻ വേണ്ടി വീണ്ടും കേബിൾ കാറിൻ്റെ ആ ക്യൂവിൽ നിന്നു. वापसी का रास्ता ढलवान था. कार और भी जल्द नीचे पहुंच रही थी. അപ്പോൾ തിരിച്ചു വരുന്ന എളുപ്പമായിരുന്നു, കാരണം മുകളിൽ നിന്ന് താഴേക്കല്ലേ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് എത്തുമായിരുന്നു. इस बार संभव के साथ 3 समवयस्क लड़के बैठे हुए थे. वो केबल कार की ढलवा तोड़ देख रहा था कि एकाएक 2 आश्चर्य एक साथ घटित हुए. അതായത് ഈ പ്രാവശ്യം സംഭവത്തിൻ്റെ കൂടെയുള്ളത് അവൻ്റെ ഏജിൽ തന്നെയുള്ള 3 ആൺകുട്ടികളായിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ മറ്റൊരു സംഭവം നടന്നു. वो बच्चा जब पौड़ी पर उसके करीब आकर बैठ गया था, दूर पीली केबल कार में नजर आया. അതായത് അവൻ്റെ അടുത്തൊരു കുട്ടി വന്നിരുന്ന് ആ കുട്ടിയുടെ അടുത്ത് അവൻ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോഴെന്താണ്, ആ കുട്ടിയെ അവൻ ഒരു മഞ്ഞ കേബിൾ കാറിൽ അവൻ കണ്ടു. ഓക്കെ, ബച്ചേക്ക് ലാൽ കമീസുസെ അച്ചി തര യാദി. അവൻ ആ കുട്ടിയുടെ ചുവന്ന ഡ്രസ്സ് അവൻ ഓർക്കുന്നുണ്ടായിരുന്നു. ഹാലാക്കി ഇത്തിനി ദൂർ സെ ഉസ്ക ചെഹ്റ സ്പഷ്ട നസർ നഹി ആരകാത. അപ്പോൾ ദൂരത്തിലായിരുന്നുകൊണ്ട് അവൻ്റെ ഫേസ് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല, പക്ഷേ ആ ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. और बच्चे से सड़ी हुई जो दुबली पतली श्याम सलोनी आकृति बैठी थी वो थी वही लड़की जो कल शाम के चुटपुटे में हर की पौड़ी पर उससे टकराई थी. അപ്പോൾ എന്താണ്, ആ കുട്ടിയുടെ അടുത്തൊരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. അതേ പെൺകുട്ടീനെയാണ് അവൻ കഴിഞ്ഞ ദിവസം പൂജയുടെ സമയത്ത് കണ്ടത്. ആ സംഭവങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് ഇത്രയും അവൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. സംഭവ് ബേഹദ് ബേചൈൻ ഹോ ഗയ. അവൻ പെട്ടെന്നൊരു വല്ലാത്തൊരവസ്ഥയിലായി. वो दाएं बाएं चुक चुक कर चीखने की कोशिश करने लगा. उसका मन हुआ पंछी की तरह उठकर पीली केबल कार में पहुंच जाए. അതായത് ഒരു പക്ഷിയെ പോലെ പറന്ന് ആ മഞ്ഞ കേബിൾ കാറിൻ്റെ അടുത്ത് എത്താൻ അവൻ ആഗ്രഹിച്ചു. ബഹുത് ജൽദ് കേബിൾ കാർ വാപ്പസ് നീച്ചെ പहुंच गई. പെട്ടെന്ന് അങ്ങനെ സ്പീഡിൽ തന്നെ കേബിൾ കാർ
അപ്പുറത്തെത്തി. സംഭവ്നെ ആകെ ആകെ जाते बच्चे को लपक कर कंधे से थाम दिया और बोला कहो दोस्त। बच्चे ने अचकचाकर उसकी ओर देखा। अरे भैया रुक कर बोला, हमने सोचा जब हमारा दोस्त नहीं डरता तो हो जाए एक ट्रिप। ഓക്കെ, അങ്ങനെ ആ കുട്ടീനെ അവൻ കണ്ടു. ആ കുട്ടിയുടെ അടുത്ത് സംസാരിക്കണം. തബി ആകെ സെ ഏക് മഹീൻ സി ആവാസ് നെ കഹാ മന്നു ഹർ നഹി ചൽനാ ഹെ. അപ്പോൾ ആ പെൺകുട്ടി അവിടെ വരുവാണ്. ആ പെൺകുട്ടി ആ ചെറിയ ആൺകുട്ടിയുടെ അടുത്ത് പറയുവാണ്, മന്നു ഹർ നഹി ചൽനാ ഹെ. ബാലക് മന്നുവിനെ കഹ അബി ആയ ബുവ, ഇപ്പോൾ വരുവാണ് ബുവ എന്ന് പറയുകയാണ്. സംഭവനെ അസ്ഫുട് സ്വർമ്മൻ പൂച്ച യേ തുമാരി ബുവ ഹെ, ഇത് നിൻ്റെ ബുവ ആണോ എന്ന് സംഭവ് ചോദിക്കുകയാണ്. ഓർ ക്യാ മന്നുവിനെ സാക്ഷരി ജവാബ് ദിയ ഹമേ നഹി മിലാവോगे हम तो तुम्हारे दोस्त हैं. मन्नू वाकई उसका हाथ खींचता हुआ चल दिया. बुआ बुआ इनसे मिलो, ये है हमारे नए दोस्त. അപ്പോൾ അവനെ പരിചയപ്പെടുത്താനായിട്ട് ആ കുട്ടി വിളിച്ചുകൊണ്ട് പോവാണ്. उसने प्रसन्नवाचक नजरों से संभव को देखा. अपना नाम खुद बताइए. वो अपना बताता. इससे पहले उसी महीन मीठी आवाज़ ने कहा, ऐसे कैसे दोस्त है तुम्हारे, तुम्हें उनका नाम भी नहीं पता. ഓക്കെ, അതായത് ആ കുട്ടിയെ പരിചയപ്പെടുത്തുകയാണ്, പക്ഷെ അവൻ്റെ പേര് ആ കുട്ടിക്ക് അറിയില്ല. അപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുകയാണ്, ഇത് എന്ത് കൂട്ടുകാരനാണ്, അവൻ്റെ പേര് പോലും നിനക്കറിയില്ല. സംഭവനെ ഗോർ കിയ ബിൽക്കുൽ വഹി കൺ വഹി ഉലാഹന വഹി अंदाज फुलक से उसका रोम रोम हिल उठा. हे ईश्वर, उसने कब सोचा था मनोकामना का मौन उद्धार इतनी शीघ्र शुभ പരിണാം ദിഖായക. ഓക്കെ, അതായത് മനോകാമന അല്ലെങ്കിൽ അവിടെ എന്താണ് ആ ഒരു വിഷ് വാങ്ങിയിട്ട് അവൻ പോകുന്നേ ഉള്ളൂ, അപ്പം തന്നെ അത് സഫലമായി. അതായത് ആ പെൺകുട്ടിയെ കാണണം എന്നതായിരുന്നു അവൻ്റെ ആഗ്രഹം. ഓക്കെ, അത് പെട്ടെന്ന് തന്നെ ഇത്ര പെട്ടെന്ന് ആ വിഷ് കംപ്ലീറ്റ് ആയോ എന്ന് അവൻ വിചാരിക്കുകയാണ്. ഓക്കെ, लड़की ने आज गुलाबी परिधान नहीं पहना था, पर सफ़ेद साड़ी में लाज से गुलाबी होते हुए उसने मनसा देवी पर एक और चुनरी चढ़ाने का संकल्प लेते हुए सोचा, मनोकामना की गांठ भी अद्भुत अनूठी है, इधर बांधो उधर लग जाती है. ഓക്കെ, അതായത് ആ പെൺകുട്ടിയും ആഗ്രഹിച്ചിരുന്നു അവനെ കാണാൻ വേണ്ടി. ഓക്കെ, പാരോ ബുവ. അപ്പോൾ ആ പെൺകുട്ടിയുടെ ആഗ്രഹവും അത് തന്നെയായിരുന്നു. അതിനു വേണ്ടിയാണ് അവളും പ്രാർത്ഥിച്ചത്. പാരോ ബുവ ഇൻകാ നാം ഹെ. അപ്പോൾ ബുവയുടെ പേരെന്താണ്? പാറോ. മനുവിനെ ബുവ കാ ആഞ്ചൽ खींचते हुए कहा. संभव देवदास संभव ने हंसते हुए वाक्य पूरा किया. उसे भी मनोकामना का पीला लाल धागा और उसमें पड़ी गिटान का मधुर स्मरण हो गया. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ സ്റ്റോറി ഇവിടെ തീരുവാണ്. അതായത് ഇവർ രണ്ടുപേരും ആഗ്രഹിച്ചത് എന്താണ്? തമ്മിൽ വീണ്ടും ഒരിക്കൽ കൂടി കാണണമെന്നാണ്. അപ്പോൾ അവർ കാണുമ്പം ആ കുട്ടി വഴിയാണെങ്കിൽ പോലും അവരവരുടെ പേര് അറിയുന്നു. ഓക്കെ, അതോടുകൂടി ഈ സ്റ്റോറി ഇവിടെ തീരുവാണ്. ഓക്കെ, അതായത് ആ പെൺകുട്ടിയെ കാണണമെന്നുള്ള അതിയായ ആഗ്രഹം സംഭവനുണ്ടായിരുന്നു, അതുപോലെ തന്നെ ആ പെൺകുട്ടിക്കും ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഇതിനകത്ത് എന്താണ്, പാരോ അതുപോലെ തന്നെ സംഭവം, ഇവർ രണ്ടുപേരുടെ ഒരു ലവ് സ്റ്റോറിയാണിത്. ഓക്കെ, ഇപ്പോൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അവർ തമ്മിലുള്ള പവിത്രമായ ആ ഒരു സ്നേഹമാണ് നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു സമ്മറി ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ അവസാനം കാരണം ഇത്ര ആൾക്കൂട്ടത്തിനിടയ്ക്കും അവർ വീണ്ടും കണ്ടുമുട്ടുവാണ്. അതൊരു വലിയ കാര്യമാണ്. കാരണം ഇത്ര തിക്കും തിരക്കുള്ള ഒരിടത്ത് വീണ്ടും അത് പിറ്റേ ദിവസം അവരതുപോലെ തന്നെ കണ്ടുമുട്ടുന്നു. പിന്നെ എന്താണ്, തമ്മിൽ പേരെന്താണെന്ന് പേര് അറിയുന്നു. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മുടെ സ്റ്റോറി ഇവിടെ തീരുവാണ്.
ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ദൂസര ദേവദാസ് എന്ന് പറയുന്ന സ്റ്റോറിയുടെ എക്സ്പ്ലനേഷൻ. ഓക്കെ, സോ ഗായ്സ്, സീ യു ഇൻ ദ അനദർ വീഡിയോ. തബ് തक के लिए ओके बाय.